ഉണ്ണിച്ചേട്ടന്റെ കല്യാണ ഷോപ്പിംഗ് വീഡിയോയ്ക്ക് ശേഷം പിന്നീട് ഞാൻ ഒരു വ്ളോഗും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഈ വ്ളോഗ് ഒത്തിരി നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ജനുവരിയിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം 2 മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ എന്താ വ്ളോഗ് ചെയ്യാത്തെ? ഞങ്ങൾക്ക് വീഡിയോ മിസ് ചെയ്യാറുണ്ട്. വീഡിയോ നല്ല ഇഷ്ടായിരുന്നു എന്നൊക്കെ ചിലര് പറഞ്ഞിരുന്നു. ഇത് കേട്ടപ്പോൾ സത്യത്തില് ഉള്ളില് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. സമയമില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് മറ്റ് ചില പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അധികം വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. ആൻഡ് ഐ ഹോപ്പ് ഒത്തിരി ഗ്യാപ്പ് ഇല്ലാതെ ഇടയ്ക്കൊക്കെ ചെറിയ വ്ളോഗുകൾ ചെയ്യാൻ എനിക്ക് പറ്റട്ടെ എന്നുള്ളത്. ആൻഡ് ഐ ഡോണ്ട് നോ വെദർ ഐ ആം ഓവർ എക്സ്പ്ലെയിനിങ് ഓർ നോട്ട്. ഞാൻ എന്നിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓവർ എക്സ്പ്ലനേഷൻ എന്നുള്ളത്. സോ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാതെ ഞാൻ കാര്യത്തിലോട്ട് കടക്കാം. നമ്മളിപ്പോൾ വൈറ്റില മെട്രോന്ന് നമ്മൾ നേരെ പോകുന്നത് എറണാകുളം നോർത്ത് സ്റ്റേഷനിലേക്കാണ്. അവിടുന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. ജനുവരി 22 ഒരു വ്യാഴാഴ്ചയായിരുന്നു. അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം സമയം ചൂസ് ചെയ്തിട്ടാണ് കോഴിക്കോടേക്ക് യാത്ര തിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ രാത്രി 11 മണിയോടെയാണ് എത്തുന്നത്. ട്രെയിനിലിരുന്ന് തന്നെ വിശപ്പിന്റെ വിളി നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റഹ്മത്തിൽ പോയി നന്നായിട്ട് ഫുഡ് കഴിക്കണം എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ നടന്നുകൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എത്തുന്ന സമയം അതാണ്. അപ്പോൾ അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും കിട്ടിയത് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് നടക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ റഹ്മത്ത് ഹോട്ടൽ എന്ന് പറയുന്നത് പുതിയ സ്റ്റാൻഡിന്റെ അടുത്തുള്ള റഹ്മത്താണ്. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഫോക്കസ് മാളിന്റെ അടുത്തുള്ള നമ്മുടെ ഹോട്ടൽ ഡി ഗ്രാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിരാവിലെയുള്ള വീഡിയോ അല്ല, ഉച്ചയ്ക്കുള്ള വീഡിയോ ആണ്. രാവിലെ ഇന്ന് നമ്മൾ KLF നടക്കുന്ന സ്ഥലത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആസ് യൂഷ്വൽ എൻ്റെ ഫോണിൽ സ്പേസ് കുറഞ്ഞതുകൊണ്ട് ആ സമയം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാൻ സിൽക്ക് സ്ട്രീറ്റിലുള്ള ഷുഗർ സിസ്റ്റേഴ്സിൽ പോയിട്ട് മെറ്റിൽഡ കേക്ക് കഴിക്കാന്നുള്ളതാണ്. ഒരു വല്ലാത്ത തരം പരീക്ഷണം എന്ന് തന്നെ പറയട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയിരുന്നു. വെള്ളിയാഴ്ച ഉച്ച സമയമായതുകൊണ്ട് ഇവിടെ കഫേയിലുള്ള ആൾക്കാർ പ്രേയറിന് പോയിരിക്കാൻ തോന്നുന്നു. സോ മെറ്റിൽഡ കേക്ക് കഴിക്കാൻ നമുക്ക് സമയമായിട്ടില്ല. ബിക്കോസ് നമ്മുടെ ഷുഗർ സിസ്റ്റേഴ്സ് അടച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങളെ പോലെ തന്നെ അവിടെ മറ്റു ചിലരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഇനി നമ്മൾ അധികം നേരം നിൽക്കാതെ നമുക്ക് നേരെ ബീച്ചിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് കരുതി. ഇവിടെ ബീച്ചിന്റെ സൈഡിലുള്ള കടകളൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കടകൾ കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയും എന്തൊക്കെയോ മൊത്തത്തിലൊരു ഓർഡർ ഒക്കെ വന്നതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ആൻഡ് ഇപ്പോഴാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഇത്രയും നേരമായിട്ടും എന്തിനാണ് കോഴിക്കോട് ആക്ച്വലി ഞങ്ങൾ വന്നതെന്നുള്ള കാര്യം നിങ്ങളോട് കൃത്യമായി പറഞ്ഞിട്ടില്ല. നമ്മുടെ 2026 KLF കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോഴിക്കോടേക്ക് എത്തിയിട്ടുള്ളത്. 2026 9ാമത്തെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് ജനുവരി 22 മുതൽ ജനുവരി 25 വരെ കോഴിക്കോട് ബീച്ചിൽ നടത്തുന്നത്. KLF എന്താന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സാഹിത്യോത്സവങ്ങളിൽ ഒന്നാണ് നമ്മുടെ KLF എന്ന് പറയുന്നത്. 18ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 500ലധികം പ്രഗത്ഭരെയും 350ലധികം സെഷനുകളുമാണ് നമ്മുടെ KLFൽ ഉൾക്കൊള്ളിപ്പിച്ചിട്ടുള്ളത്. സോ ഇതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ KLF കൂടാൻ വന്നേക്കുന്നത്. എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വിശപ്പിന്റെ വിളി വന്നത്. നേരെ പാരഗണിലേക്ക് വിട്ടു. പാരഗണിൽ ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോലും അകത്തേക്ക് കയറാൻ പറ്റിയിരുന്നില്ല. പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല. പാരഗണിൽ നിന്ന് പാഴ്സലും വാങ്ങി നേരെ റൂമിലേക്ക് പോന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഇത്തിരി നേരം റെസ്റ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്യാവശ്യം എടുത്ത് തീർക്കേണ്ട ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതും എടുത്തതിന് ശേഷമാണ് നമ്മൾ നേരെ നമ്മുടെ ഷുഗർ സിസ്റ്റേഴ്സിലേക്ക് വന്നത്. ഞാൻ ആദ്യമായിട്ട് ഷുഗർ സിസ്റ്റേഴ്സിലേക്ക് വരുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമായിരുന്നു. അതും ഇതുപോലെ KLF കൂടാൻ വന്നപ്പോഴാണ് ഞങ്ങൾ ഷുഗർ സിസ്റ്റേഴ്സിൽ ആദ്യമായിട്ട് വന്നത്. അന്ന് എൻ്റെ ഫ്രണ്ട് പപ്പുവാണ് എനിക്ക് ഈ മെറ്റിൽഡ കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഷുഗർ സിസ്റ്റേഴ്സിൽ വരുമ്പോൾ ഈ ഒരു ടേബിളിൽ ഞങ്ങൾ കുറേ പേര് കൂടിയിരുന്ന് ഈ ഒരു മെറ്റിൽഡ കേക്കൊക്കെ കഴിച്ച് ഇങ്ങനെ കുറേ ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. പപ്പു എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതുപോലെ ഞാനായിരിക്കും ഒരുപക്ഷെ ഏട്ടൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് മെറ്റിൽഡ കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഒരു ഡിവൈൻ ആയിട്ടുള്ളൊരു കണക്ഷൻ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നില്ലേ? ഒരു ചെയിൻ പോലെ. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ത്രൂ പല വ്യക്തികളിലൂടെ ഇങ്ങനെ 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 വേറെ എവിടേക്കോ എത്തുന്നതായിട്ട്.
ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി മനസ്സിലായില്ലെങ്കിൽ പോട്ടെ. ബാക്ക് ടു നമുക്ക് നമ്മുടെ KLF നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ജർമ്മൻ പാവലിയൻ ആണ്. KLFന്റെ ഈ വർഷത്തെ അതിഥി രാജ്യം എന്നുള്ളത് ജർമ്മനിയാണ്. എല്ലാ വർഷവും ഇതുപോലെ അതിഥി രാജ്യങ്ങൾ ഉണ്ടാവാറില്ല. എന്നാൽ ഈ വർഷം ഉണ്ടായിരുന്നത് ജർമ്മനി ആയിരുന്നു. ആൻഡ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളുടെ കേരളവും ജർമ്മനിയും തമ്മിലുള്ള ചില ഹിസ്റ്റോറിക് ആയിട്ടുള്ള ടൈസിനെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആർക്കിടെക്ചറൽ ആയിട്ടുള്ള, കൾച്ചറൽ ആയിട്ടുള്ള ടൈസുകളെയൊക്കെ റെപ്രസെന്റ് ചെയ്യപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പവലിയൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു ടേബിളിൽ കുറച്ച് സ്റ്റിക്കി നോട്ട്സും സ്കെച്ച് പെൻസും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ ഒരു പ്രോംപ്റ്റും ഉണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ അവിടെ എഴുതി അത് ഒട്ടിച്ചു വെക്കാൻ പറ്റുന്നതായിരുന്നു. ഇത് കാണുമ്പോൾ നമുക്കൊരു അമ്മിക്കല്ലിൽ ചമ്മന്തി അരയ്ക്കുന്ന ഒരു ഫീലൊക്കെ തോന്നുമെങ്കിലും ഇത് ആക്ച്വലി ഒരു പ്രിന്റിംഗ് പ്രസ്സിന്റെ ഒരു രൂപമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യത്തെ കേട്ടറിയുന്നതും കണ്ടറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയില്ലേ? അതാണ് ഇവിടെ നിന്ന് ഈ കാഴ്ച കാണുമ്പോൾ എനിക്ക് തോന്നിയത്. ഇന്നത്തെ പോലെ പ്രിന്റിംഗ് മെഷീനുകൾ ഇല്ലാതിരുന്ന കാലത്ത് നന്നേ ബുദ്ധിമുട്ടിയിട്ടായിരുന്നു പ്രിന്റുകൾ എടുത്തതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഡയറക്റ്റ് ഇങ്ങനെ കണ്ടപ്പോഴാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ളതായിരിക്കും എന്ന് മനസ്സിലാക്കിയത്. ഈ പ്രിന്റിംഗ് സ്റ്റുഡിയോ കൂടാണ്ട് ഇവിടെ ഈ പാവലിയൻ്റെ ഉള്ളിൽ ഒരു ബെർലിൻ കിച്ചൺ ഉണ്ടായിരുന്നു. അതുപോലെ FMA's ലൈബ്രറി, റീഡിംഗ് കോർണേഴ്സ്, പിന്നെ കുറേ ലൈറ്റ് ഇൻസ്റ്റാളേഷൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഈ പാവലിയൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇതിൻ്റെ അവിടെ ഒരു ടോക്ക് ഷോ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയിരുന്നില്ല. കാരണം വളരെ ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ അതിൽ എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. ഈ പാവലിയൻ്റെ ഉള്ളിലുള്ളത് പോലെ തന്നെ ഈ KLF നടക്കുന്ന ഓരോ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് പല പല കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. KLF എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ആ എക്സ്പീരിയൻസിനെ കുറിച്ച് നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പണ്ടൊരിക്കൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് KLF കൂടാൻ വന്നിട്ടുള്ളത്. അന്ന് ഞങ്ങളൊരു ചേട്ടനെ പരിചയപ്പെടാൻ ഇടയായിരുന്നു. അദ്ദേഹം ഒരു പാട്ടൊക്കെ പാടുന്ന, ഗിറ്റാറൊക്കെ വായിക്കുന്ന ഒരാളാണ്. ആള് പറഞ്ഞിരുന്നത് ഇവിടെ KLFന് വന്ന് പരിചയപ്പെട്ട ചില വ്യക്തികളുണ്ട്. അവരുടെ നമ്പേഴ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടാകും. പക്ഷേ നമ്മളൊരിക്കലും അങ്ങനെ പരസ്പരം വിളിക്കുകയോ പറയുകയോ ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ KLFന് വരുമ്പോൾ വിളിക്കും. KLFന് വരുമ്പോൾ ഇനി വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ വരുമ്പോൾ കണ്ടുമുട്ടാറുണ്ട്. അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾക്കിവിടെ ഉണ്ട് എന്നുള്ളത്. ഒരു തവണ മാത്രം കണ്ട് പരിചയമുള്ള അദ്ദേഹത്തിന്റെ മുഖം ഇന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. പിന്നീട് ഓരോ KLFന് വരുമ്പോഴും ഞാൻ അദ്ദേഹത്തെ ഓർക്കാറുണ്ട്. ഈ ഒരു ജനക്കൂട്ടത്തിലും ഒരുപക്ഷെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എത്രയെത്ര കഥകൾ ഒരുപക്ഷെ ഇവിടെ നടക്കുന്നുണ്ടാവാമല്ലേ? ഇത്തവണ വന്നപ്പോൾ എൻ്റെ മനസ്സിലുടക്കിയ മറ്റൊരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും ഏട്ടനും ഇരുന്നതിന് കുറച്ച് ദൂരം മാറിയിട്ട് കുറച്ച് ആൺകുട്ടികൾ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് ഒരു നായ വന്നിരുന്നു. ആ നായയ്ക്ക് ദാഹിക്കുന്നുണ്ടെന്ന് ഇവർക്ക് എങ്ങനെയോ മനസ്സിലായിട്ടുണ്ടാവണം. ഇവരാദ്യമേ ഇവരുടെ കയ്യിലിരുന്ന കുറച്ച് വെള്ളം കൊടുത്തു നോക്കി. അതുകൊണ്ട് ആ നായയുടെ ദാഹം മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ കയ്യിലിരുന്ന പൈസ കൊടുത്ത് അവർ തൊട്ടടുത്ത കടയിൽ നിന്ന് വെള്ളം വാങ്ങുകയും അതിന് മതി വരുവോളം അവരത് കൊടുക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെ സുന്ദരമാക്കുന്നത് ഇവിടെ ജീവിക്കുന്ന നന്മയുള്ള ചില മനുഷ്യരാണെന്ന് എനിക്ക് ഈ നിമിഷം തോന്നിപ്പോയി. യാത്ര പുറപ്പെടുമ്പോൾ ഉള്ള തീരുമാനം കണക്കിന് നാളെ രാവിലെയാണ് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് പോവേണ്ടത്. പാതി മനസ്സോടെയാണ് തിരിച്ചു മുറിയിലേക്ക് പോകുന്നത്. മുറിയിൽ വന്നതിന് ശേഷമാണ് തീരുമാനത്തിന് ഒരു മാറ്റമുണ്ടാവുന്നത്. ഒരു ദിവസം കൂടെ KLF കൂടി പിറ്റേ ദിവസം നമുക്ക് പോകാമെന്നുള്ളത്. അതായത് ഇന്ന് 24-ാം തീയതി, നാളെ 25, അന്നാണ് KLF അവസാനിക്കുന്നത്. KLF അവസാനിക്കുമ്പോൾ അന്ന് രാത്രി ജോബ് കുര്യൻ്റെ പരിപാടി ഉണ്ടാകും. അത് കൂടണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ അത് സാധിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. 25-ാം തീയതി പുലർച്ചെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാനാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം അന്ന് വീട്ടിലെത്തിയതിനു ശേഷം രാത്രിയുള്ള ട്രെയിനിന് ഞങ്ങൾക്ക് കൊല്ലത്തെത്താനുള്ളതാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശശി തരൂർ സാറിൻ്റെ ടോക്ക് ഷോയാണ്. Partially out of this urgent sense to transform society. If you look at Ayyankali, who അതിനുശേഷം നമ്മുടെ പ്രകാശ് വർമ്മയുടെ ടോക്ക് ഷോ ഉണ്ടായിരുന്നു. Most of his childhood രാജസ്ഥാനിലായിരുന്നു. അപ്പോൾ if you really look at all his popular campaigns, തൊട്ടിപ്പുറത്ത് മറ്റൊരു സ്റ്റേജിൽ നമ്മുടെ അഖിൽ പി ധർമ്മജന്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ എഴുതിയ ആള്.
ഇവിടെ ഓരോ സ്റ്റേജുകളായിട്ടാണ്. അവിടെ പല പല സ്റ്റേജുകളിലും പല പല ടോക്ക് ഷോസും നടക്കുന്നുണ്ട്. ഇവിടെയുള്ള ഓരോ സ്റ്റേജുകൾക്കും ഓരോ പേരുകളാണ്. അതും കേൾക്കാൻ നല്ല രസമുള്ള പേരാണ്. തൂലിക, അക്ഷരം, കഥ, എഴുത്തോല എന്നിങ്ങനെയൊക്കെ. KLFന് വരുമ്പോൾ പ്രകാശ് രാജിന്റെ ടോക്ക് കേൾക്കാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വന്ന അതേ സമയം പാരലലി ഇവിടെ ജോബ് കുര്യന്റെയും ഹാരിസ് ശിവരാമകൃഷ്ണന്റെയും ടോക്ക് ഷോ നടക്കുകയായിരുന്നു. സോ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യേണ്ടി വന്നു. രണ്ട് പുപ്പുലികളുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം. ചുടുതാളമായൊരു യാത്രയായി പദയാത്രയായി ഗതകാലമേ കുളി. ആൻഡ് ഇവിടെ ഇരുന്നത് അത്രയും വേർത്തായിരുന്നു. എനിക്ക് ഈ പാട്ടിങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യണം എന്നില്ല. പക്ഷെ കോപ്പിറൈറ്റ് പേടിച്ചിട്ടാണ്. പറയാൻ മറന്ന പാർക്കുമായി മനതാരിലായിതാ നിറദീപമേ നിങ്ങൾ ഈ വ്യക്തികളുടെ ഫാൻ അല്ലെങ്കിൽ ഇവിടെ ഇരുന്നാൽ നിങ്ങൾ ഒടുക്കത്തെ ഫാനായി പോകും. നിഴൽ പോലെ അഴലാലേ വെയിൽ നീളേ പദയാത്ര നിഴൽ പോലെ അഴലാലേ വെയിൽ നീളേ പദയാത്ര. ഈ കോപ്പിറൈറ്റ് എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവരിവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. KLFന്റെ പ്രോഗ്രാമിന്റെ എന്ത് കാര്യമാണെങ്കിലും നമ്മളൊരു 2 മിനിറ്റ്സിൽ കൂടുതൽ യൂട്യൂബിൽ ഇടുവാണെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ളത്. ഈ ടോക്ക് ഷോയുടെ ഇടയ്ക്ക് ഒരു ക്യൂട്ട് ആയിട്ടുള്ളൊരു മൊമെന്റും കൂടെ ഉണ്ടായിരുന്നു. കണ്ണോട് കണ്ണായിടാം എന്നുള്ള സോങ് ജോബ് കുര്യന്റെ വൈഫ് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പാടിയത്. ഓരോ ടോക്ക് ഷോയും ഓരോ മണിക്കൂർ വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ 1 മണിക്കൂർ പോയത് അറിഞ്ഞത് പോലും ഉണ്ടായിരുന്നില്ല. BK ഹരിനാരായണനായിരുന്നു ഈ പരിപാടിയുടെ മോഡറേറ്റർ. അദ്ദേഹം ഇത് അതിഗംഭീരമായി ചെയ്തു എന്ന് തന്നെ പറയണം. BK ഹരിനാരായണൻ എന്ന് പറയുന്നത് ഒരു കവിയാണ്. അദ്ദേഹം ലിറിസിസ്റ്റ് ആണ്. നമ്മുടെ ഓലഞ്ഞാലി കുരുവി എന്നൊക്കെയുള്ള സോങ് എഴുതിയത് ഇദ്ദേഹമായിരുന്നു. ഈ ടോക്ക് ഷോയ്ക്ക് തൊട്ടു പിന്നാലെ രമേശ് പിഷാരടിയും അതേപോലെ നിശാന്ത് എമ്മിയും ചേർന്നിട്ടുള്ള ഒരു ടോക്ക് ഷോ ആയിരുന്നു. സംഗതി രാഷ്ട്രീയമാണ് എന്നതായിരുന്നു ടോപ്പിക്. ചോദ്യം ചോദിക്കാം. മൂപ്പര് ആദ്യം പറഞ്ഞിട്ടുണ്ട് അധികം കുരുക്കിലാക്കുന്ന ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കണമെന്ന്. നിങ്ങളും ചോദിക്കാറ്. കുറേയേറെ തുറന്നുള്ള ഡിസ്കഷൻ ഈ ഒരു ടോക്ക് ഷോയിൽ ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങളെ സറ്റാറിക്കലായിട്ട് സംസാരിക്കുകയും പല വിമർശനങ്ങൾ ഉണ്ടാകുകയും പല ചോദ്യങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. KLFന്റെ ഒരു ഹരവും അത് തന്നെയാണ്. ഇങ്ങനെയുള്ള ടോക്ക് ഷോകൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പുതിയൊരു കാഴ്ചപ്പാടിനെ ഉണർത്തുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി KLFന്റെ ലക്ഷ്യവും അതൊക്കെ തന്നെ ആയിരിക്കണം. ഇതിന് ശേഷം ഉണ്ടായിരുന്നത് നമ്മളുടെ സംവിധായകൻ രഞ്ജിത്തിന്റെ ടോക്ക് ഷോ ആയിരുന്നു. അതും അത്യാവശ്യം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. அப்படின்னு யோசிக்கிறப்போ எனக்கு வந்து அவங்க கேட்குறாங்க ஏதாவது செக்ஷுவல் அப்யூஸ் நடந்திருக்கா இல்லை ஃபேமிலி இஷ்யூஸ் நடந்திருக்கா இல்லை அந்த അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സെഷനുകൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരു 3 മണിക്കൂറോളം ആ സ്റ്റേജിൽ തന്നെ ഇരുന്നിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് ഓർത്തിട്ട് നമ്മളുടെ പാരഗണിന്റെ തന്നെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരത്തോട് അടുക്കും തോറും നമ്മളുടെ മനസ്സിലൊരു ചെറിയ വിഷമം വരുന്നുണ്ട്. ഇനി നാളെ രാവിലെ നമ്മൾ തിരിച്ചു പോകുകയാണല്ലോ. ജോബ് കുര്യന്റെ ഒരു ലൈവ് പ്രോഗ്രാം കാണണമെന്നുള്ളത് ഏറ്റവും കൂടുതൽ ഏട്ടനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. മേ ബി അത് പിന്നീട് ഒരു അവസരത്തിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു റൂമിലേക്ക് നടക്കുകയായിരുന്നു. ഒത്തിരി ദൂരം വരെ ഓട്ടോ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. നടന്ന് നമ്മുടെ ഭാസ്കരേട്ടന്റെ സർബത്ത് കട എത്തിയപ്പോൾ ഒരു പാൽ സർബത്തും കുടിച്ചു. അവിടെ നിന്ന് പിന്നെ ഒരു ഇത്തിരി ദൂരം മുന്നോട്ട് നടന്നപ്പോൾ ഒരു ഓട്ടോ കിട്ടിയിരുന്നു. സോ നമ്മളുടെ KLF വിശേഷങ്ങൾ തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.